ഹലോ, ഇന്ന് മക്കളുടെ ബുക്ക് ബൈൻഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്ക്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കാര്യം അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ വേറെ ബുക്ക് മേടിച്ചായിരുന്നു. അങ്ങനെ ആ ക്ലാസ്മേറ്റ്സിൻ്റെ അവർക്കൊരു 10, 12, 15 ബുക്ക് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ട് പേർക്കും കൂടി 15 ബുക്ക്. പിന്നെ അതിനുള്ള ടെക്സ്റ്റുകൾ 2 ടെക്സ്റ്റ് കിട്ടാനുണ്ട്. ഈ കിട്ടിയ ടെക്സ്റ്റിൻ്റെ ഒരറ്റം എങ്ങനെയോ കീറി കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണെന്ന് തോന്നുന്നു. അനങ്ങണ്ട, ആരും അറിയണ്ട. അങ്ങനെ ബൈൻഡ് ചെയ്യാനായിട്ട് സ്റ്റാപ്ലെയർ, കത്രിക, പിന്നെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബൈൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുത്ത സമയത്താണ് കേട്ടോ ഈ ബുക്കൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കിയത് ഞാൻ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഈ പഴയ ബുക്കിൻ്റെയൊക്കെ മണം. പിന്നെ പുതിയ ബുക്കൊക്കെ തുറക്കുമ്പോൾ ഉള്ളൊരു മണമൊക്കെ ഒരു നല്ലൊരു ഇതല്ലേ. എനിക്കത് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നറിയില്ല. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് മണപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് മറന്നിട്ട് ഇപ്പം അത് പേപ്പർ നേരെ വെച്ച് തന്നെ പൊതിയിട്ടേനെ. കാര്യം ആ കൂർത്തിരിക്കുന്ന ഭാഗത്ത് നെയിംസിൽ പൊട്ടത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞത് വിട്ടുപോയി. പിന്നെ തിരിച്ച് വെച്ച് പൊതിയിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് പറയുകയാണ് കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും സുൽത്താനായും. പണ്ട് ഉമ്മമാർ പൊതിയിട്ടുകൊണ്ട് ഇരുന്ന് വന്നതാണ്. ഇതുവല്ല അറിഞ്ഞിട്ടുണ്ടോ? അവർ നോക്കി പഠിയെന്ന് പറഞ്ഞാൽ പോലും പഠിക്കത്തില്ല, ഒറ്റ ഒരെണ്ണം. അതുകൊണ്ട് ഇപ്പം നമ്മളെ മക്കളെ ബുക്ക് പൊതിയിടുന്നതിന് നമ്മൾ തന്നെ മെനക്കെടണ്ടേ. അല്ലാതെ വേറെ ആരും വന്ന് ഇട്ട് തരുമോ? ആരും വന്നിട്ട് തരത്തില്ല, നമ്മൾ തന്നെ ഇടണം. അങ്ങനെ ഞാൻ ഒരു ടെക്സ്റ്റൊക്കെ പൊതിയിട്ടപ്പോഴത്തേനും പിന്നെ മടിയായി കേട്ടോ. ബാക്കി പിന്നിടാന്നൊക്കെ വിചാരിച്ച് ഇപ്പം ഇരുന്നില്ല. എന്തായാലും രണ്ടും കൂടെ ബൈൻഡ് ചെയ്ത് വെച്ചിരുന്ന പിന്നെ കുറച്ചെല്ലാം ഉള്ളൂന്ന്. അങ്ങനെ പിന്നെ ടെക്സ്റ്റ് എല്ലാം ബൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ടെക്സ്റ്റ് എല്ലാം ബൈൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ബുക്ക് പിന്നെ ഒരു ദിവസം ബൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നെയിൽസിൽ പൊട്ടിക്കണം എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ടെക്സ്റ്റ് എല്ലാം മാറ്റി വെച്ച് ബുക്കെല്ലാം എടുത്ത് വെച്ച് നമുക്ക് നെയിൽസിൽ പൊട്ടിക്കുന്നതും എല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.